മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനാകുക എന്നതാണ് ഏതൊരു വിശ്വാസിയുടെയും പരമമായ ആഗ്രഹം. ഒരാളുടെ പദവിയോ സമ്പത്തോ വിദ്യാഭ്യാസ യോഗ്യതയോ സാമൂഹിക മാനദണ്ഡങ്ങളോ ഒന്നുമല്ല ഒരാൾ ഉത്തമനാകുക എന്നത് തീരുമാനിക്കുന്നത്. അയാളുടെ സ്വഭാവവും കർമ്മങ്ങളുമാണ്. യഥാർത്ഥ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസത്തോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ കാണിച്ചു തന്ന ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ മാതൃക പിൻപറ്റുക എന്നതാണ് നമ്മളെ ഈ ജീവിതത്തിൽ ഏറ്റവും ഉത്തമനാക്കുന്നത്. അതുകൊണ്ട് ഉത്തമനായി ജീവിച്ച് ഉത്തമനായി മരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന് നാം ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി ഇല്ലാ ലിയുവഹിദൂനി. ആരാധനകളിൽ അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടി മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാക്കാൻ, ആരാധന അള്ളാഹുവിന് മാത്രമാക്കാൻ വേണ്ടിയാണ് ജിന്നിനെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅ്തിയകൽ യഖീൻ. ഏറ്റവും ഉറപ്പായ മരണം വന്നെത്തുന്നത് വരെ നാം നമ്മുടെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർദ്ധക്യത്തിൽ പോലും കാലിൽ നീര് വന്ന് മുട്ടുമാറ് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച സന്ദർഭങ്ങൾ നമുക്ക് ആ പ്രവാചക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനും പുറത്തു നൽകപ്പെട്ട, സ്വർഗം ഉറപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ ഉത്തരം. അതുകൊണ്ട് ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് സഹോദരങ്ങളെ, ഏത് വിഷയത്തിലാണെങ്കിലും. അതുകൊണ്ട് ഇബാദത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത്, നമ്മൾ മുന്നിൽ കാണേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഏറ്റവും ഉത്തമനാകണമെങ്കിൽ അയാളുടെ ഇബാദത്ത് ഏറ്റവും ഉന്നതമായ ഇബാദത്തിൻ്റെ ഉടമയാക്കുക, അത് അല്ലാഹുവിന് മാത്രമാക്കുക. ഇബാദത്തുകളിൽ സ്ഥിരത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്നൊന്ന് നിസ്കരിച്ച്, ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ച് നാളെ അത് ഉപേക്ഷിക്കുക, ഇന്ന് വിത്ർ നിസ്കരിച്ച് നാളെ വിത്ർ ഉപേക്ഷിക്കുക. അങ്ങനെ ചില ദിവസം സുന്നത്ത് നിസ്കരിച്ച് ചില ദിവസം നിസ്കരിക്കൂല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശ്വാസിക്ക് പാടുള്ളതല്ല. ഏറ്റവും പ്രിയങ്കരമായ കർമ്മം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അത് കുറഞ്ഞതാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുന്നതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചാണെങ്കിലും എന്ത് ചെയ്യണം? അത് സ്ഥിരമായി ചെയ്യണം. ഒരു 2 റക്അത്ത് ദുആ എന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നിസ്കരിക്കണം. ഇടയ്ക്ക് കൂട്ടിയാലും കുഴപ്പമില്ല, എന്നാലും കുറയാൻ പാടില്ല. ഒരു യുവക്ക് ഉണ്ട്, ഞായറാഴ്ചയാണ്, എന്നാലും 8 റക്അത്ത് നിസ്കരിച്ചാൽ തോന്നിയാൽ നിസ്കരിച്ചോളൂ, അതിന് തെറ്റില്ല. പക്ഷേ അതൊരു മിനിമം ഇത് നമ്മൾ കുറഞ്ഞു പോകാൻ പാടില്ല. എന്നും നിസ്കരിച്ചിട്ട് മിനിമത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് കുറയ്ക്കുകയും ചെയ്യരുത്. ഇനി അത് ഒഴിവാക്കേണ്ടി വരും, കുറയുന്ന പേടിച്ചുകൊണ്ട് തുടങ്ങാതെക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് അത് കൊണ്ടെടുക്കാൻ കഴിയൂലായിരിച്ചു കണ്ട് അത് തുടങ്ങണമെന്നല്ല, അതും പറ്റൂല. അത് കൊണ്ടെടുക്കാനുള്ള തൗഫീക്ക് പടച്ചോനാ തരാം. അതിനാണ് പടച്ചോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം എന്നാണ്, കച്ചവടം നടത്താനല്ല, അല്ലേ, വണ്ടി വാങ്ങാനല്ല. അലാ ദിക്രിക, നിന്നെ ഓർക്കാനാണ്. വശുക്രിക, നിനക്ക് നന്ദി കാണിക്കാൻ. വഹുസ്നി ഇബാദതിക, എൻ്റെ ഇബാദത്ത്, നിന്നോടുള്ള എൻ്റെ ആരാധന നല്ല ഹുസ്നുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ്, ഇഹ്സാനുള്ളതാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ. ഇഹ്സാനുള്ള ഇബാദത്ത്. ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയുക, അത് വേറൊരു വൈബാണ്, വേറെ ലെവലിലുള്ള സാധനമാണ്. അപ്പോൾ അതെന്തായാലും പടച്ചോൻ്റെ അടുത്തൊരു തൗഫീക്ക് വേണം. ആ തൗഫീക്കിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ 2 റക്അത്ത് തുടങ്ങിയാൽ 2 റക്അത്ത് നിലനിർത്താൻ പറ്റും. 1 2 കല്ല് കഴിയുമ്പോൾ ആ ലുഹ 2 ലുഹ 4 ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒഴിവ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഷോപ്പ് 4 5 6 7 ഷോപ്പാകുമ്പം 2 3 സ്ഥലത്ത് ബിസിനസ് ഉള്ളത് 6 8 10 സ്ഥലത്ത് ബിസിനസ് ആക്കുമ്പം 2 റക്അത്ത് ലുഹ നിർത്തല്ലേ വേണ്ടി, 4 റക്അത്താക്കാൻ വേണ്ടി.
വരുമാനം കൂടുമ്പം, സമ്പത്ത് കൂടുമ്പം, അല്ലേ, വിപുലമായ നമ്മൾ വലിയ വലിയ ആളായി വരുമ്പോൾ സഹോദരങ്ങളെ ഉള്ളത് കുറഞ്ഞു പോകുകയല്ല വേണ്ടത്. 2 റക്അത്ത് ദുആ നിസ്കരിച്ച് ഞാൻ ഇപ്പോൾ അതും നിർത്തി, പെരും കച്ചവടത്തിലാണെന്നല്ല പറയേണ്ടത്. ഞാൻ ഇപ്പോൾ 4 ആക്കിയാണ്. ഇപ്പം എൻ്റെ ബിസിനസ്സിനൊക്കെ ആളെ വെച്ച് കുറച്ചും കൂടിയൊക്കെ ഓതാനും നിസ്കരിച്ചാനൊക്കെ നേരുണ്ടാക്കിയാണ് എന്ന്. അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പ്രാർത്ഥിച്ച് നേടേണ്ട സാധനമാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നീ എന്നെ സഹായിക്കണം. എന്തിന്? നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, എൻ്റെ ഇബാദത്ത് നന്നാക്കാൻ, ഇഹ്സാനുള്ള ഇബാദത്താക്കാൻ. അപ്പോൾ ഇബാദത്ത് തന്നെയാണ് ഒരാൾ ഉത്തമനാണ് എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഇബാദത്ത് തന്നെയാണ്. അത്ര വേറെ നമ്മൾ എന്ത് നല്ല കുനിങ്ങുപ്പായിട്ട് നടന്നിട്ടും കാര്യമില്ല. ഇബാദത്തിൻ്റെ കാര്യത്തിൽ 5 നേരത്തെ ഫർള് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടോ? ഖുർആനുമായിട്ട് ബന്ധമില്ല സഹോദരങ്ങളെ, ദിക്റുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, നമുക്ക് നമ്മളെ ഇബാദത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല കുപ്പായം തുണിയിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഉത്തമനല്ല. നമ്മൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറിയിട്ടും കാര്യമില്ല. അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഒരു വിശ്വാസി പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് അതിൽ മുന്നേറിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരൻ രണ്ടാമത്തെ കാര്യം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മളെ നിസ്കാരം, നോമ്പും ഹജ്ജൊക്കെ എടുത്ത് നോക്കിയല്ലേ, നമ്മളെ ഫാത്തിഹ പോലും എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ എന്നാ പറയണത്. ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പോലും നമ്മളെന്താ പറയണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലേ? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഒക്കെ ഞങ്ങളാണ്. ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ, ഒരു ഇസ്ലാമിൻ്റെ സ്ട്രക്ചർ തന്നെ, ജമാഅത്ത്, നമസ്കാരം, ഇതൊക്കെ പള്ളി, ഇതൊക്കെ ഒരു സാമൂഹ്യ ബന്ധമുള്ള ഒരു സാമൂഹിക ജീവിയായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് വതആവനു അലൽ ബിർരി വത്തഖ്വ. എങ്ങനെയാണ്? ബിർറിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലും തിന്മയിലും കുറ്റത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? സഹായിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ മനുഷ്യൻ്റെ പരസ്പര ബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ എന്താണ്? നന്മയാണ്, തഖ്വയാണ്. ഒരാൾക്ക് ദീനുണ്ടാക്കി കൊടുക്കുക, ഒരാൾക്ക് അറിയാത്ത ദീന് പറഞ്ഞു കൊടുക്കുക, അയാൾ അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, അത് ഓർമ്മപ്പെടുത്തുക പരസ്പരം. മനുഷ്യൻ അങ്ങനെയാണ്. എപ്പോഴും ഒരേ ഈമാൻ എല്ലാവർക്കും ഉണ്ടാവില്ല. അങ്ങനെ താന്നും കുറഞ്ഞൊക്കെ നിൽക്കും. എന്താ അപ്പം നിങ്ങളെ പള്ളിയൊക്കെ കാണുന്നില്ലല്ലോ? സ്ഥിരം കാണുന്ന ഒരാളാത്ത കാണാതെക്കും എന്താ അപ്പം കാണുന്നില്ലല്ലോ? പോകണം. ഒരു സുബൈ സ്കരിച്ചിട്ട് നേരെ കയറി ചെല്ലണം. എന്താ ഇപ്പം 2 ദിവസമായിട്ട് പള്ളി കാണുന്നില്ലല്ലോ? അപ്പോൾ ചിലപ്പം കൊണക്കടക്കാർ, ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല. എന്നാലും സഹോദരങ്ങളെ, അത് അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിയുമ്പം അതിൽ പരസ്പരം ഓർമ്മപ്പെടുത്തലുണ്ടാവും. പഴയ ഉഷാറൊന്നും ഇപ്പം ഇല്ലല്ലോ. പഴയ പോലൊന്നും സ്വതക്കൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പഴയ ഉഷാർ കാണില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ അതിൽ കാരണം ഉണ്ടാവും. അതൊക്കെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന സഹോദരങ്ങൾ, അത് നമ്മൾ ഇടപെടണം. അതാണ് ഒരു വിശ്വാസിയുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയായിരുന്നു, അല്ലേ? അവർ പരസ്പരം ദീനിൻ്റെ കാര്യങ്ങൾ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ, പരലോക രക്ഷയുടെ കാര്യത്തിൽ അവർ മത്സരിക്കായിരുന്നു. അവർ പരസ്പരം ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയാകണം ഒരു വിശ്വാസി. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ് എന്നാണ്. ജനങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവർ ആരാണ്? അവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. നമ്മളെ അഭാവത്തിൽ ആളുകൾ പറയും, അയാളുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കുമായിരുന്നു, അയാളുണ്ടെങ്കിൽ അതൊക്കെ ഒരു തീരുമാനമാക്കുമായിരുന്നു എന്ന് ചില ആളുകളെ പറ്റി അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ജനങ്ങൾക്ക് ഉപകാരമുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. അപ്പോൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹു, ആകാശത്തുള്ള റബ്ബ് നമ്മളോട് എന്ത് ചെയ്യും? കരുണ കാണിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ ഐഹികമായ പ്രയാസങ്ങളിൽ ഒന്ന് നീക്കിക്കൊടുത്താൽ എന്നാണ് ഖുർബത്തൻ മിൻ ഖുർബിന്നാസ് നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ എന്ന ഹദീസിൽ കാണാൻ പറ്റും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ പ്രയാസങ്ങൾ ഏറ്റെടുത്താൽ, ദൂരീകരിച്ചാൽ, അതിൽ എന്താണ്? നീക്കിക്കൊടുത്താൽ അന്ത്യദിനത്തിൽ അയാളുടെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിക്കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ആവശ്യക്കാരനായി വരെപ്പോഴാണ്? ദുന്യാവിലല്ല, പരലോകത്താണ്. കാരണം ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ പറ്റാത്തതാണ് പരലോകം എന്ന് പറഞ്ഞത്. എന്താണ്? മാതാപിതാക്കളെ ഫിദിയ നൽകിക്കൊണ്ട്, തെണ്ടം കൊടുത്തുകൊണ്ട് തൻ്റെ കുരുക്കിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ആ ദിവസത്തെ പരിചയപ്പെടുന്നത്. നിങ്ങൾ ചോദിച്ചോക്കി, ഇന്ന് നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും, ഞാൻ എൻ്റെ മക്കൾക്കും വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ്, അല്ലേ? ഈ മണലാരണ്യത്തിൽ 10, 20, 30 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചു, എൻ്റെ പെൺകുട്ടികളെ കെട്ടിച്ചു, വീട് വെച്ചു, എൻ്റെ മകൻ അവിടെ പഠിപ്പിച്ചു, ഇവിടെ പഠിപ്പിച്ചു. എന്തിന്? ഈ 30 വർഷം ആ മക്കളോടുള്ള, കുടുംബത്തോടുള്ള അയാളുടെ ബന്ധമാണത്. നോക്കി, നാളെ പരലോകത്ത് പറയുന്നതാണ്,
ആര്? മക്കളെ കൊടുത്തുകൊണ്ട്, ഭാര്യയെ കൊടുത്തുകൊണ്ട്, സഹോദരങ്ങളെ കൊടുത്തുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ദിവസം നാളെ വരാനുണ്ടെന്നാണ്. ആ ദിവസത്തിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ഒരു പദവിയും ഒരു സമ്പത്തും നമ്മളെ ഒരു പൊസിഷനും നമ്മൾക്ക് എന്ത് ചെയ്യില്ല, അതിനെ സഹായിക്കൂല എന്നാണ്. അവിടെ സഹായം ഉണ്ടാണ്. ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരു പ്രയാസം നീക്കി കൊടുത്തണമെങ്കിൽ പരലോകത്ത് നാളെ അല്ലാഹു നമ്മളെ പ്രയാസം നീക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ അതിനല്ല ജീവിക്കേണ്ടത്. അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി വന്ന സന്ദർഭത്തിൽ, പ്രയാസപ്പെട്ട് വിഷമിക്കുന്ന സന്ദർഭത്തിൽ ഖദീജ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? എന്തിനാണ് പ്രവാചകനെ താങ്കൾ വിഷമിക്കുന്നത്? ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കൽ വതക്സിബുൽ മഅദൂം വതഖിറുൽ ളൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ വാക്ക് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ കേൾക്കാൻ പറ്റും. ഈ അതേ പദങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതേപോലെ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കാണാം. എന്താണ് റസൂലിനോട് നബി പറയാണ്, ഖദീജ ബീവി പറയാണ്, എന്ത് വഹി വന്ന് പ്രയാസപ്പെട്ട് പഞ്ചടക്കുമ്പോൾ ആകെ ബേബി ബേജാറൊടിച്ച് കിടക്കണം അല്ലേ? ആ സന്ദർഭത്തിൽ ഖദീജ ബീവി, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? അള്ളാഹു താങ്കളെ അപമാനിക്കൂലെന്നാണ്. താങ്കൾ കുടുംബ ബന്ധം ചേർത്തുന്നവനാണ് അല്ലേ? അശരണരുടെ ഭാരം പേറുന്നവനാണ്, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, സത്യമാർഗത്തിലെ പ്രയാസങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നവനാണ് താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? അള്ളാഹു താങ്കളെ കൈവിടൂല എന്നാണ്. ഇതേ വാക്ക് നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസി വന്ന് പറയുന്നുണ്ട്, താങ്കൾ ഇവിടുന്ന് പോകരുതെന്ന്. താങ്കൾ ഇന്നക അൻതസിലുർ റഹീം എന്നിട്ട് ഈ ഗുണവിശേഷണങ്ങളൊക്കെ, കുടുംബബന്ധം ചേർക്കുന്നവൻ, ആളുകളെ സഹായിക്കുന്നവൻ, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവൻ, അതിഥികളെ ആദരിക്കുന്നവൻ, ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് പറയേണ്ട സഹോദരങ്ങളെ. അതാണ് ഒരു വിശ്വാസി. അതാണ് ഒരു വിശ്വാസിയുടെ സാമൂഹിക ബാധ്യതയാണ്. ഒരു വിശ്വാസി എന്താവില്ല, പരികുത്തിരിക്കണമെന്നല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കുടുംബ ബന്ധം പുലർത്തുന്നവനായിരിക്കും അല്ലേ? ആരുമില്ലാത്തവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, സത്യമാർഗത്തിൽ ഹക്കിന്റെ മാർഗത്തിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ് ഒരു വിശ്വാസി. ഇതൊക്കെയാണ് താങ്കളെന്ന് അള്ളാഹിന്റെ റസൂലിന്റെ ഖദീജ ബീവി പറയാണ്. അതുകൊണ്ട് താങ്കൾ അള്ളാഹു കൈവിടൂല എന്നാണ്. അതുകൊണ്ട് സഹോദരൻ, ഇതൊക്കെ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉന്നതമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെയാണ് സാമൂഹികമായ മനുഷ്യന്റെ ബാധ്യതകൾ. ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ സഹാബത്തിനൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി, പരസ്പരം എത്ര കാരുണ്യമുള്ളവരായിരുന്നു എന്ന്. ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിയാൻ വേണ്ടി അവരെത്ര പ്രയാസപ്പെട്ടിരുന്നു, അതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവർ എത്ര സഹായിച്ചിരുന്നു എന്നൊക്കെ അല്ലേ? ഒരു സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയല്ല, വീട്ടിലുള്ളത് മുഴുവൻ എടുത്തുണ്ടെന്നു സഹായിക്കണം സഹോദരങ്ങളെ. നാളേക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടല്ല അവർ സഹായിക്കണത്. ഈ നാളേക്ക് ഉണ്ടോ നോക്കാത്ത രൂപത്തിൽ സഹായിക്കുന്ന സഹാബത്തിനെയാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് അതാണ് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഈ 1400 വർഷമായിട്ട് വിശ്വാസികളെ കൊണ്ട് അത് പറയിപ്പിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? അത്രയും ഉദാത്തമായ മാതൃകയാണ് അവർ ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച് കാണിച്ചത്. അവരാണ് സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയവരാണ് സഹോദരങ്ങളെ. ആ ഒരു സ്വർഗത്തിലേക്കാണ് നമ്മളും ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഷെറില്ലാതെ നോക്കുക എന്നുള്ളത്. നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വിശ്വാസികളെ. ആലോചിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു അമ്പേറ്റ് പോകുമ്പോൾ എന്താണ്, ഒരു അമ്പേറ്റ് ഒരാൾ പോകുമ്പോൾ ഒരു എന്താണ്, അത് നമ്മൾ തിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ മേത്ത് തട്ടോ എന്ന് പോലും, അതുപോലെ അങ്ങനെ പോലും ഒരു വിശ്വാസിക്ക് പ്രയാസം ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല എന്നാണ്. അതായത് നമ്മൾ അറിയാതെ പോലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നാണ്. അതാണ് ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ ഒരു തരത്തിലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എഴുത്തുകൊണ്ടും വോയിസ് ഇട്ടിട്ടും കമൻ്റ് എഴുതിയിട്ടും സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ നാവിൽ നിന്ന് എന്നാണ് ഒരാൾ സുരക്ഷിതരായിരിക്കുന്നത്, അവനാണ് യഥാർത്ഥ മുസ്ലിം. എൻ്റെ നാവിൽ നിന്ന് മറ്റ് മുസ്ലിങ്ങൾ എന്നാണോ സുരക്ഷിതരായിരിക്കുന്നത്, അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്നാണോ സുരക്ഷിതത്വം ലഭിക്കുന്നത്, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് പരലോകത്ത് ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവ് സമ്പാദിച്ചത് കൊണ്ടാണെന്നാണ്. അവരുടെ നാവ് സമ്പാദിച്ച 2 അവയവങ്ങൾ നിങ്ങൾ ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. രണ്ടും എന്താണ്? ഒന്ന് നാവാണ്, ഒന്ന് ഗുഹ്യാവയവമാണ്. ഇത് രണ്ടും സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ നരകത്തിൽ പതിക്കാതെ നമ്മൾ സൂക്ഷിക്കുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷ വെക്കരുത്. ഒരാളുടെ സമ്പത്തോ അധികാരോ അത് കണ്ട് മോഹിച്ച് ഒരു വിഷമം വരുന്നവനോ അസൂയ വരുന്നവനോ ആകരുത് വിശ്വാസി. നമ്മളെ സംബന്ധിച്ച് ഒരാളെ ദീനും അയാളുടെ ഈമാനും കണ്ട് അയാളോട് അസൂയ തോന്നുക എന്നല്ലാതെ, ഒരാൾക്ക് കിട്ടിയ ദുനിയാവ് കണ്ടിട്ട് അയാളോട് അസൂയ തോന്നുക, അയാളുടെ കയ്യിലുള്ള ഇതിന് പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിൽ കാണാൻ പറ്റും. എന്താണ്?
മറ്റുള്ളവരുടെ എന്താണ് നിങ്ങളുടെ കണ്ണുകൾ മറ്റുള്ളവരുടെ വിഭവങ്ങളിലേക്ക് എന്ത് നിങ്ങളുടെ കണ്ണുകൾ നീണ്ടുപോകരുതെന്നാണ്. സഹോദരൻ, നമ്മൾ മറ്റുള്ളവർക്ക് എന്തൊക്കെ അവരുണ്ടല്ലോ അതുണ്ടല്ലോ അവൻ അങ്ങനെയല്ലോ അവൻ പഠിച്ചോ അങ്ങനെ കൊടുത്തണല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവനാകരുത്. അള്ളാഹു എന്താണോ നൽകിയത് അതിൽ തൃപ്തിയുടെ നഫ്സല്ലേ. അപ്പം നമുക്ക് എന്താണോ കിട്ടിയത്, നമുക്ക് ഒരുപാട് കിട്ടിയതുണ്ട്. നമ്മളെന്താ നമ്മൾ കിട്ടാത്തതിലേക്ക് നോക്കണോണ്ടാണ് കിട്ടിയതിൻ്റെ വില നമ്മൾ അറിയാത്തത്. നമുക്ക് 2 കിഡ്നിയില്ലേ സഹോദരങ്ങളെ, നമുക്ക് 2 കണ്ണില്ലേ, നമുക്കൊരു ആരോഗ്യമല്ലേ, നമുക്ക് ഒന്ന് രാത്രി തലചായ്ക്കാൻ ഒരു കൂരല്ലേ സഹോദരങ്ങളെ, ഒരു അത്യാവശ്യം യാത്ര ചെയ്യാൻ ഒരു 2 വീലറെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഒരു പുസ്തകം എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് പേൻ എടുത്തിട്ട് എഴുതി നോക്കി. ഉള്ളത് എത്രയോ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ വില മനസ്സിലാകും. എന്നിട്ട് അള്ളാഹു നൽകിയതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടിയ ദുനിയാവിലേക്ക് കണ്ണും നട്ട് അതിൽ പ്രതീക്ഷയും വെച്ച് അതിൽ നിരാശ വന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ജനങ്ങളോട് ചോദിക്കാതിരിക്കുക എന്നുള്ളത് അതിന് ആത്മാഭിമാനമാണ്. സഹാബത്ത് ഒട്ടകപ്പുറത്തുനിന്നൊരു സാധനം ചാടിയാൽ പോലും അത് എടുത്തേരിയത് പോലും പറയില്ല, ഒരാളോട് ഇറങ്ങിയിട്ട് എടുക്കുന്നതാണ്. ഒരാളോട് കയ്യാട്ടുന്ന വിഷയത്തിൽ അത്രയും മടിയുള്ളവരായിരുന്നു സഹാബത്ത് എന്നാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരാളോട് പറയില്ല, ഞാൻ ഇറങ്ങി ഞാൻ എടുത്തേരിന്ന് പോലും പറയില്ല. നമുക്കിപ്പോൾ എന്താ ഒട്ടകപ്പുറത്ത് ഇറങ്ങാൻ അത്ര ഈസി ഒന്നല്ല. ഒരു കസാലിയിൽ നിന്ന് വെച്ചിട്ട് മാറിയല്ല ഒട്ടകപ്പുറത്ത് ഇറങ്ങണമെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട്. അതിൽ കയറി ഇറങ്ങാമെന്നുണ്ട്. ഒരു ഒട്ടകപ്പുറത്ത് ചാടിയ സാധനം ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട്. അതുപോലും ഒന്ന് എടുത്ത് തിരിയുന്ന സഹാബത്ത് പറയാറില്ല എന്നാണ്. കാരണം എന്താണ്, അത് സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ഒരു ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത കാര്യം ഒരു പടച്ചോനോട് ചോദിക്കുക. അത്രയും ഒരാളോട് കൈ നീട്ടാതിരിക്കാന്ന്. എന്നിട്ടല്ലേ സഹോദരങ്ങളെ സാമ്പത്തിക വിഷയത്തിലും മറ്റു വിഷയത്തിലൊക്കെ ആൾക്കാരോട് കൈയിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരാളോട് കൈ നീട്ടാതെ പടച്ചോനോട് പ്രാർത്ഥിച്ച് നമ്മളെ കാര്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ പടച്ചോ നമ്മളെ കാര്യം ഏറ്റെടുക്കും. അള്ള നമ്മളെ നോക്കും. നമ്മൾ ജനങ്ങളോട് ഇരക്കാൻ പോയാൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഇരച്ചുകൊണ്ടേയിരിക്കും. ഈ ഇരക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. കടം വാങ്ങുന്ന ആൾക്കാർ, ഒരു ഉള്ളുപ്പില്ലാതെ കടം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. സഹോദരങ്ങളെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും അവരെന്താണ് ആ കടം. നമ്മൾ കടം വാങ്ങുമ്പോണ്ടല്ലോ ഞാൻ അതെങ്ങനെ വീട്ടുക എന്നുള്ളത്, ഞാൻ ഈ കടം എങ്ങനെ വീട്ടുന്ന ഒരു പ്ലാൻ ഇല്ലാതെ കടം വാങ്ങുന്ന ആളുകൾ സഹോദരങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. കടമുള്ള ആളുകളുടെ മയ്യത്ത് നബി നിസ്കരിച്ചിട്ടില്ല എന്നാണ്. ഗൗരവമുള്ള വിഷയമാണത്. അപ്പോൾ നമ്മൾ കടം വാങ്ങുമ്പോൾ ഞാനിതെങ്ങനെ വീട്ടും എന്ന് വ്യക്തമായ പ്ലാൻ ഇല്ലാതെ കടം വാങ്ങുന്നത് എന്ത് ഗൗരവമാണ് സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലൊക്കെ ജനങ്ങളോട് ചോദിക്കുക. അത് കടാകട്ടെ, കടം അനുവദിച്ചതാണ്, പക്ഷെ എന്താ പറയുക, അതിലൊരു ഗൗരവമുണ്ട്, ഇതിനൊക്കെ ഗൗരവമുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ട്. പരമാവധി ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ. ഇത് ചെറിയൊരു യാത്രയാണ്. ഈ ദുനിയാവ് എന്നത് ചെറിയൊരു പീരിയഡ് മാത്രമാണ്. ഇവിടെ അല്ലേ നമ്മൾ കാലാകാലം കൂടാമെന്ന സ്ഥലമല്ലത്. അപ്പോൾ ഒരു ബോധം ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആണ് സഹോദരങ്ങളെ. ആർക്കാണ് ഉണ്ടാക്കിയേക്കണത്? നിങ്ങളെ മക്കൾക്കും പേരക്കുട്ടിയാക്കും വേണ്ടിയോ? ഒരു കാര്യം നമുക്ക് സമ്പാദിച്ചത് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ സമ്പാദിച്ചത് ഹലാൽ അല്ലെങ്കിൽ സഹോദരങ്ങളെ അതിൻ്റെ പേരിൽ നമ്മളെ പേരക്കുട്ടിയാണല്ലോ. നമ്മൾ ആ സമ്പത്ത് കൈമാറി അത് ആസ്വദിച്ച മക്കളോ പേരമക്കളോ അല്ല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ സമ്പത്ത് സമ്പാദിച്ചതിന് വിചാരണക്ക് വരെ നമ്മളാണ്. നമ്മൾ സമ്പാദിച്ചതിന് എക്കും പാത്രം നമ്മളാണ് പറയേണ്ടിരാ. അത് ആസ്വദിച്ച മക്കളോ പേരമക്കളോ അല്ല പറയേണ്ടിരാ. അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു ബോധം സമ്പാദിക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മരണത്തിന് എപ്പോഴും റെഡിയായി നിൽക്കുക. ഹോസ്റ്റലിൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തലയിൽ വിമാനം വന്ന് മുണക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലേറെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം? ഹോസ്റ്റലിൽ ഉച്ചക്ക് ചോറ് കഴിച്ചാൽ വന്ന് കടന്നുറങ്ങണം എന്ന് വിചാരിച്ച് റൂമിക്ക് വന്നവൻ്റെ തലയിൽ കൂടെ വിമാനം വന്ന് വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിർഭയരാണ്. ഒരിക്കലും ഒരു നിർഭയത്വം കൂടെ പറയാൻ ഒരാൾക്കും സാധിക്കൂല. അങ്ങനെ ഏത് രൂപത്തിൽ ഏത് സമയത്ത് എങ്ങനെ മരണം വരാം. നമ്മളെ കയ്യിൽ നമ്മളെ തലന്റെ സൈഡിൽ വെച്ച ഫോൺ അത് പൊട്ടിത്തെറിക്കില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ തലക്കുമ്പത്ത് പുറത്ത് കടന്നുറങ്ങുന്ന സാധനം അത് പൊട്ടിത്തെറിച്ച് മരിക്കാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് മരണം അത് നിങ്ങളുടെ കരോട്ടിഡ് ആർട്ടറിയേക്കാൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിനേക്കാൾ അത് മരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന ഒരു ബോധം ജീവിതത്തിലുടനീളമാണ്. ഏത് സമയം എപ്പോഴും തട്ടിപ്പോവും, യാതൊരു സംശയമില്ല. അതിന് പ്രായോ കാലോ സമയോ ഒന്നും പ്രശ്നമല്ല. അതിന് യാതൊരു തടസ്സമില്ല. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ നിങ്ങൾ മരിച്ചിരിക്കും. അത് ഒരാൾക്കും ഒരു സ്ഥലത്തും ഒരു സമയത്തും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ട് ആ ഒരു ബോധം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ മരിക്കുന്നല്ല സഹോദരങ്ങളെ പറഞ്ഞത്, നിങ്ങൾ മരണം ആസ്വദിക്കുന്ന പറഞ്ഞത്. അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഓരോ പൂജയിൽ നിന്ന് വെള്ളമൊടിക്കുന്നത് പോലെ വളരെ സുഗമമായ മരണം ഉണ്ടാവും. പിന്നെ ഉണങ്ങിയ പഞ്ഞിയിൽ ഇരുമ്പിൻ്റെ കൊളുത്തിട്ട് വലിക്കുന്നത് പോലെ പ്രയാസകരമായ മരണം ഉണ്ടാവും. അതൊന്നും പുറത്തുനിന്ന് കാണാൻ മനസ്സിലാവില്ല. ഒക്കെ ICU ട്യൂബിട്ട് കണ്ട് എല്ലാം മോണിറ്റർ ഓഫ് ആകുക തന്നെ ചെയ്യുക, എല്ലാം ECG ബേസിലേയും വരിക ചെയ്യുക, ഒക്കെ മരണം തന്നെ കാരണം. പക്ഷേ ഉള്ളിൽ നടക്കുന്ന മാറ്റം ഒരാൾക്കും കാണാൻ സാധിക്കില്ല. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണം നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് മലക്കുകൾ വന്ന് മരിപ്പിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലാകണമെങ്കിൽ സഹോദരങ്ങളെ അതേപോലെ ജീവിക്കണം. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും നന്നായി മരണത്തെ തയ്യാറെടുത്ത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചവനാണ്. ഏത് സമയത്തും തിരിച്ചു പോകേ
മരിക്കേണ്ടി വരുമെന്ന ഒരു യാത്രക്കാരനെ പോലെ ആരാണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചത് അവനാണ് സഹോദരങ്ങളെ പരലോകം ഏറ്റവും ഈസിയാകുക, അവനാണ് വിചാരണ ഏറ്റവും ഈസിയാകുക, അവനാണ് പരലോകത്ത് ഏറ്റവും പ്രയാസരഹിതമായി കടന്നു പോകുക. ഓരോ സെക്കൻഡും മരണത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ്, എൻ്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി ആരാണോ ഈ ജീവിതത്തെ സമീപിച്ചത്, ആരാണ് ഈ ജീവിതത്തെ സംവിധാനിച്ചത്, അല്ലെ സ്വർഗാവകാശികളും നരകാവകാശികളും നടക്കുന്ന സംഭാഷണത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെട്ടു എന്ന് സ്വർഗാവകാശികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ഈ വിചാരണയെ നേരത്തെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു എന്നാണ് അവർ പറഞ്ഞ മറുപടി. അതേ സഹോദരങ്ങളെ, ആ വിചാരണയെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പം ഏറ്റവും ഉത്തമമായ മനുഷ്യനായിട്ട് ജീവിക്കാനും മരിക്കാനുമുള്ള ഒരു നിരന്തരമായ ശ്രമമാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തത് ഇബാദത്ത് തന്നെയാണ്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള ഇബാദത്തിൽ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. 5 നേരത്തെ ഫർള് നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ കുറച്ചാണെങ്കിലും ഉള്ളത് ഇഖ്ലാസോടുകൂടി പതിവായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾ നന്നായിട്ട് ഉപകാരം ചെയ്യുക, ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും മനുഷ്യന്മാർക്ക് ഇടങ്ങേറുണ്ടാക്കാതൊക്കെ. ഒരാൾ നമ്മളെപ്പറ്റി ഒരു ഇടങ്ങേറുണ്ടാക്കി ഒരു വിഷമം നമ്മളെപ്പറ്റി ഒരാൾക്ക് ബാക്കി വെക്കരുത്. അതുകൊണ്ട് ഒരാൾ നമ്മൾ ഉപദ്രവിക്കാതെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഏറ്റവും നന്നായി ഉപകാരം ചെയ്യാൻ കൂടി ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസം എന്നത് ഹൃദയത്തിൽ മാത്രം ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സാധനമല്ല, അത് വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അത് പുറത്തേക്ക് വരും. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും. അതെല്ലാവരും നമ്മളെ ചുറ്റുമുള്ള ആളുകൾ അത് അനുഭവിക്കും. ഒരു വിശ്വാസിയെക്കുറിച്ച് അവരത് മനസ്സിലാക്കും. ആ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം നമ്മൾ നയിക്കുക. അതാണ് പ്രവാചകൻ്റെ മാതൃക, സഹാബത്തിൻ്റെ മാതൃക. അതുകൊണ്ടാണ് അവർ അസ്സാബിഖൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ ആ ഉന്നതമായ ഗ്രൂപ്പ് അവരായി മാറിയത് അതിൻ്റെ ഉദാത്തമായ മാതൃക കൊണ്ട്. അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ആ സ്വഭാവങ്ങളൊക്കെ നമ്മളും ജീവിതത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആളുകളുടെ കയ്യിലുള്ള ദുനിയാവിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ പൂതി വെക്കരുത്. അത് കണ്ട് നമ്മൾ വിഷമിക്കരുത്. അതുണ്ട് ഇതുണ്ട്, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സംതൃപ്തമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കാൻ ശീലിക്കണം, പഠിക്കണം. നമ്മളെ മക്കളെയും കുടുംബത്തെയും നമ്മളത് പഠിപ്പിക്കണം. ഉള്ളതിൽ തൃപ്തി അടഞ്ഞവരെ അള്ളാഹു എന്ത് ചെയ്യും, അവരാൾക്കാരെ കൈയിട്ടാക്കുക. കടാകട്ടെ, സഹായമാകട്ടെ, ആളുകളോട് കൈ നീട്ടുന്ന ഒരവസ്ഥ പരമാവധി ജീവിതത്തിൽ ഇല്ലാതെ കൊണ്ടുനടക്കാൻ എന്ത് ചെയ്യുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കൈ നീട്ടുന്നൊരു ശീലം ഉണ്ടാക്കുക. അതൊരു മോശമായി തന്നെ നമ്മൾ കാണണം എന്നുള്ളത്. അതേപോലെ തന്നെ മരണത്തിന് വേണ്ടി തയ്യാറാകുക. ഏത് നിമിഷവും മരിക്കാൻ തയ്യാറായിട്ട്, അല്ലേ? പരലോകമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ജീവിതം എന്ന ബോധത്തോടുകൂടി മരണത്തിനായിട്ട് നമ്മൾ തയ്യാറാകുക. അതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമ്മൾ ഏറ്റവും ഉത്തമനായ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച് മരിക്കാനുള്ള പടച്ചോൻ്റെ ഒരു തൗഫീഖ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ ജീവിതത്തിൽ കൊടുക്കുന്ന വില എന്ത്, പൊസിഷൻ എന്ത്, അതന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇവിടെ വിലയിരുത്തുക. അതാണ് ജീവിതത്തിൻ്റെ മാനദണ്ഡം. പരലോകത്തിൻ്റെ മാനദണ്ഡം അതാണ്. ഖബറിലെ ചോദ്യത്തിൻ്റെ മാനദണ്ഡം അതാണ്. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും പിന്നെ എന്തെങ്കിലും ദുനിയാവോടുകൂടി എല്ലാം അവസാനിക്കും സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ വഞ്ചനയിൽ, പിശാചിൻ്റെ വഞ്ചനയിൽ പെട്ട് പരലോക ലക്ഷ്യത്തെക്കുറിച്ച് ബോധത്തെക്കുറിച്ച് ഇല്ലാണ്ടാകരുത്. ആ ഒരു ബോധത്തോടി മരണത്തെ ഓർത്തുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല മരണം കൈവരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകളുണ്ട് നാളെ. ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു കുടുംബസമേതം ഉൾപ്പെടുത്തുമാറാകട്ടെ.